Hello everyone, welcome to the first class in Kseb Sub-Engineer Preparation Series. ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് പോർഷൻ ആണ്. എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, എന്തൊക്കെയാണ് അതിൻ്റെ SI യൂണിറ്റ്സ്, എങ്ങനെയാണ് അതിൻ്റെ എക്സാക്ട് ഡെഫിനിഷൻ വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിൽ നിന്ന് തുടങ്ങുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ, it's because ഇപ്പോഴത്തെ ഒരു ടെക്നിക്കൽ PSC എക്സാംസിൻ്റെ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ you can see that കുറച്ച് questions come from the very basics, പക്ഷേ ഇത്തിരി ഡെപ്തിൽ. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ളൊരു ബേസിക് പോർഷനിൽ നിന്ന് തുടങ്ങുന്നത്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, കറണ്ടാണ്. എങ്ങനെ നമ്മൾ കറണ്ടിനെ ഡിഫൈൻ ചെയ്യാം? വളരെ സിമ്പിളായിട്ട് കുറച്ച് പേരൊക്കെ പറയും ഫ്ലോ ഓഫ് ചാർജ് ആണ്. ബട്ട് ഇസ് ദാറ്റ് ദ കറക്റ്റ് ഡെഫിനിഷൻ ഫോർ കറണ്ട്? ഞാനൊരു സിറ്റുവേഷൻ പറയാം. വി ഹാവ് ഒരു കണ്ടക്ടർ ഉണ്ട് നമ്മുടെ കയ്യിൽ. ഓക്കെ, ഈ കണ്ടക്ടറിൽ നമ്മൾ യാതൊരു ഇലക്ട്രിക് ഫീൽഡും സബ്ജക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഇറ്റ്സ് ജസ്റ്റ് ഫ്രീ കണ്ടക്ടർ, ഒന്നും ചെയ്യുന്നില്ല, അതവിടെ വെറുതെ വെച്ചേക്കാണ്. ഒരു ഇലക്ട്രിക് ഫീൽഡും നമ്മൾ അതിനെ സബ്ജക്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഇതിൽ മൂവ്മെന്റ് ഓഫ് ചാർജ് ഉണ്ടാവുമോ? ഡെഫിനറ്റ്ലി ഉണ്ടാവും. പക്ഷെ അതൊരു കറണ്ട് ആണോ? അതിലൊരു കറണ്ട് ഫ്ലോ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. സോ ഹൗ കെൻ വി എക്സാക്ട്ലി ഡിഫൈൻ കറണ്ട് ബൈ യൂസിങ് ദിസ് കൺസെപ്റ്റ്? ഓക്കെ, നമുക്കറിയാം കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് ഫ്ലോ ഓഫ് ചാർജസ് ഇസ് എ പാർഷ്യലി കറക്റ്റ് ഡെഫിനേഷൻ. ആ ചാർജ്, എന്ത് ചാർജാണ് അവിടെ കറണ്ടിലേക്ക് കോൺസ്റ്റിറ്റ്യൂട്ട് ആവുന്നത്? ഫ്രീ ഇലക്ട്രോൺസ് അല്ലേ? ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസിനോട് വളരെ ലൂസായിട്ട് ബൗണ്ട് ആയിട്ടുള്ള ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, വിച്ച് ക്യാൻ മൂവ് ഫ്രീലി ത്രൂ ഔട്ട് ദ സർഫസ് ഓഫ് ദ കണ്ടക്ടർ. ഓക്കെ, അങ്ങനെയുള്ള ഇലക്ട്രോൺസ് ആണ് ഫ്രീ ഇലക്ട്രോൺസ്. ഈ ഫ്രീ ഇലക്ട്രോൺസ് ആണ് ബേസിക്കലി കറണ്ടിന് കാരണമാകുന്നത്. അപ്പോൾ യാതൊരു ഇലക്ട്രിക് ഫീൽഡും നമ്മൾ കൊടുക്കുന്നില്ലെങ്കിൽ ഈ ഫ്രീ ഇലക്ട്രോൺസ് ഒരു റാൻഡം മോഷൻ അണ്ടർഗോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇറ്റ്സ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് റാൻഡം മോഷൻ. വെറുതെ ഹാപ്പസാർഡ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു പെർട്ടിക്കുലർ ഏരിയ എടുക്കുകയാണെങ്കിൽ, ഇഫ് ഐ ജസ്റ്റ് ടേക്ക് ദിസ് പെർട്ടിക്കുലർ ഏരിയ, ഈ ഡയറക്ഷനിലേക്ക് ഫ്ലോ ചെയ്യുന്ന അത്രയും തന്നെ ചാർജ് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കും പോകുന്നതായിട്ട് നമുക്ക് കാണാം. ബിക്കോസ് റാൻഡം ആയിട്ടാണ് അവർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നെറ്റ് ഫ്ലോ ഓഫ് ചാർജ് ഉണ്ടോ വിത്ത് ടൈം എന്ന് ചോദിക്കുകയാണെങ്കിൽ ദർ ഇസ് നോ നെറ്റ് ഫ്ലോ ഓഫ് ചാർജ്. ബിക്കോസ് രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കും ഒരേപോലെ ചാർജ് മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ? സോ നെറ്റ് ഫ്ലോ ഓഫ് ചാർജ് ഈക്വൽസ് 0, വിച്ച് മീൻസ് കറണ്ട് ഇസ് ഈക്വൽ ടു 0. ഇതുകൊണ്ടാണ് നമുക്ക് കറണ്ട് ഇല്ല എന്ന് പറയുന്നത്. ഓക്കെ, ഈ സെയിം സിറ്റുവേഷൻ നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്ന ഒരു കണ്ടക്ടറിനാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, ദാറ്റ് ഇസ് നൗ E is no longer equal to 0. നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി അവിടെ റാൻഡം മോഷൻ അല്ല, ഇനി അവിടെ ഒരു ഡയറക്റ്റഡ് മോഷൻ ആണ്. അതായത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്താണോ അതിനനുസരിച്ചിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് ചാർജുകളിൽ കാണുക. ഓക്കെ, അപ്പോൾ അവിടെ ഒരു നെറ്റ് ഫ്ലോ ഓഫ് ചാർജ് നമുക്ക് കാണാം. ദാറ്റ് ഇസ് നൗ ദ നെറ്റ് ഫ്ലോ ഓഫ് ചാർജ് ഇസ് നോ ലോnger 0, വിച്ച് മീൻസ് കറണ്ട് സ്റ്റാർട്ട്സ് ടു ഫ്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു കൺസെപ്റ്റിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? കറണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഒരു നെറ്റ് ഫ്ലോ ഓഫ് ചാർജ് വിത്ത് ടൈം വേണം, അല്ലെങ്കിൽ നെറ്റ് ട്രാൻസ്ഫർ ഓഫ് ചാർജ് വിത്ത് ടൈം വേണം. അങ്ങനെ ആകുമ്പോഴാണ് അവിടെ ഒരു കറണ്ട് ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി കറണ്ടിന്റെ ഡെഫിനേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് പഠിക്കാനുള്ള ഒരു കാര്യമാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഓക്കെ, ഈ ഡ്രിഫ്റ്റ് വെലോസിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് കുറച്ച് ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻസ് കാണാം എന്നുള്ളത്. ഓക്കെ, ഇത് ടെക്നീഷ്യൻ്റെ എക്സാമിൽ ഈ ഡ്രിഫ്റ്റ് വെലോസിറ്റിനെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ, ഒരു ഇലക്ട്രിക് ഫീൽഡ് ഒന്നും ഇല്ലെങ്കിൽ റാൻഡം ആയിട്ടുള്ളൊരു മോഷനാണ്. ഒരു ഇലക്ട്രിക് ഫീൽഡ് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഡയറക്റ്റഡ് മോഷനാണ്. ഡിപ്പെൻഡിങ് ഓൺ ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലുള്ളൊരു മോഷനാണ് ഉണ്ടാവുക എന്നുള്ളത് അല്ലേ? അപ്പോൾ ഈ മോഷൻ ഇസ് ബേസിക്കലി ഇലക്ട്രോൺസിന്റെ മോഷൻ അല്ലേ? അപ്പോൾ ഇതൊരു സ്ട്രെയിറ്റ് ലൈനിലാണ്. ഈ ഫ്രീ ഇലക്ട്രോൺസ് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈനിലല്ല മൂവ് ചെയ്യുന്നത്. ഇത് മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ വഴിയിലുള്ള പാർട്ടിക്കിൾസ് ഒക്കെ ആയിട്ട് കൊളൈഡ് ചെയ്യും. ഓക്കെ, അങ്ങനെ അപ്പോൾ അതിൻ്റെ സ്പീഡ് ചെറുതായിട്ടൊന്ന് മാറും. അങ്ങനെ എല്ലാ പാർട്ടിക്കിൾസിൻ്റെയും ഒരു ആവറേജ് വെലോസിറ്റി നമ്മൾ എടുക്കുകയാണെങ്കിൽ
Okay, അതിനെ നമ്മൾ പറയുന്നതാണ് drift velocity. Okay, so basically under the impact of electric field, the average velocity gained by free electrons, ഇതിനെയാണ് drift velocity എന്ന് പറയുന്നത്. Okay, ഇതിനെയാണ് drift velocity എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഡെഫിനിഷൻ അല്ല ചോദിച്ചത്, അവിടെ അതിന്റെ ഫോർമുലയാണ് ചോദിച്ചത്. അപ്പോൾ ഈ ഫോർമുല എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. V is equal to I divided by N A Q. ചില ബുക്കിൽ Q ന് പകരം E എന്നും കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ V is equal to I divided by N A Q. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ആദ്യത്തെ ഫോർമുല. ഓക്കെ, സോ ഇതിൽ ഏതൊക്കെ ഡെഫിനേഷൻസ് ആണ് ഓരോ ലെറ്റേഴ്സിനും എന്ന് പറയണ്ടേ. V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ drift velocity obviously. Okay, second I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ current flowing through the conductor in amperes. Okay, then A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, area of cross section of the conductor, area of cross section, unit meter square. Then N എന്ന് പറഞ്ഞ number of electrons, and Q ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്, Q is the charge of an electron in coulomb. Okay, അപ്പോൾ ഇതാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഫോർമുല. അപ്പോൾ ഐ ഹോപ്പ് ഈ ഒരു പോർഷൻ ക്ലിയർ ആണ്. ഓക്കെ, അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി മുന്നേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ഫോർമുല തന്നെ അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇതിൽ ചിലപ്പോൾ മാറി മാറി ചോദിക്കാം. ഓക്കെ, I is equal to N into V into A into E into Q, അങ്ങനെയുള്ള രീതിയിലൊക്കെ മാറ്റി മാറ്റി ചോദിക്കാം. സോ ദാറ്റ് you can just figure out from this formula. സോ അപ്പോൾ നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് ആക്ച്വൽ കറണ്ടിൻ്റെ ഡെഫിനിഷനെ കുറിച്ച് പറയാം. Okay, so current നമുക്കറിയാം rate of transfer of charge ആണ്. So we can say that as dq by dt. Okay, dq by dt. dq by dt ആണ് കറണ്ടിൻ്റെ ഫോർമുല വരുന്നത്. ഇതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ചാർജിൻ്റെ യൂണിറ്റ് നമുക്കറിയാം കൂളൂംബ് ആണ്. ചാർജിൻ്റെ യൂണിറ്റ് കൂളൂംബ് and time is second. So ഇതിന്റെ യൂണിറ്റ് വരുന്നത് ബേസിക്കലി കൂളൂംബ് പെർ സെക്കൻഡ് ആണ്. അതിന്റെ SI യൂണിറ്റ് ആയിട്ട് നമ്മൾ പറയുമ്പോൾ ആംപിയർ എന്ന് പറയും. ഓക്കെ, സോ ഇറ്റ്സ് ഈക്വലന്റ് ടു കൂളൂംബ് പെർ സെക്കൻഡ് ഓൺലി. അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ SI യൂണിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SI യൂണിറ്റ് ഇസ് ആംപിയർ. ഇനി ഒരു കൂളൂംബ് വാട്ട് ഈസ് ഈക്വൽ ടു 1 കൂളൂംബ്? 1 കൂളൂംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 624 into 10⁻16 ഇലക്ട്രോൺസ് ആണ് എന്നുള്ള കാര്യം ജസ്റ്റ് ഓർത്ത് വെക്കണം. ഓക്കെ, ഒരു കൂളൂംബ് എന്ന് പറഞ്ഞാൽ ചാർജിൻ്റെ യൂണിറ്റ് ആണ്. എത്ര ഇലക്ട്രോൺസ് ആണ് ഒരു കൂളൂംബ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് 624 into 10⁻16. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, റൈറ്റ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ദാറ്റ് വി ഹാവ് ടു study, that is EMF and potential difference. Okay, EMF and potential difference. EMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് അല്ലേ? അപ്പോൾ ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് അതിന്റെ ഡെഫിനിഷൻ പറയാം. എന്താണ് അതിന്റെ ഡെഫിനിഷൻ വരിക? The force that causes current flow to occur in a electrical circuit. Okay, so I'll just write it here. ഇവിടെ എഴുതുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് റെഫറൻസിന് വേണ്ടിയിട്ടാണ്. Okay, force that causes current to flow. സിമ്പിൾ ആയിട്ട് എഴുതാണ്, force that causes current to flow. Potential difference എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും രണ്ട് പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം രണ്ട് പോയിന്റ്സിന്റെ ഇലക്ട്രിക്കൽ സ്റ്റേറ്റിന്റെ ഡിഫറൻസ് എന്താണോ ദാറ്റ് കോസസ് ദൻ ഇലക്ട്രിക് കറന്റ് ടു ഫ്ലോ, ദാറ്റ് ഈസ് കോൾഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ, ഇതിന്റെ കൂടുതലായിട്ടുള്ള എന്താ പറയുക അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് ഒക്കെ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ചെയ്യുമ്പോൾ
നമുക്ക് പറയാം. For now, we can just say that it is the potential difference between 2 points in an electric circuit is the difference in their electrical state that causes current to flow. Okay, രണ്ടിന്റെയും യൂണിറ്റ് എന്താണ്? വോൾട്ട് ആണ്. Okay, represented by V. So that's about electromotive force and potential difference. ഇനി നമുക്ക് നെക്സ്റ്റ് പറയേണ്ടത് നമുക്ക് നെക്സ്റ്റ് പറയേണ്ടത് റെസിസ്റ്റൻസിനെ കുറിച്ചാണ്. Okay, resistance എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? It is the obstruction to the flow of current, right? അതായത് കറണ്ട് ഫ്ലോന് എഗൻസ്റ്റ് വർക്ക് ചെയ്യുന്ന ഒരു മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടി, അതിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒബ്സ്ട്രക്ഷൻ ടു ദ ഫ്ലോ ഓഫ് കറണ്ട്. ഇത് നമ്മൾ യൂഷ്വലി ആർ എന്ന് പറഞ്ഞിട്ടുള്ള ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ഇതിന്റെ എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ആണ്. ഓക്കെ, ഓം. ഇനി നമ്മൾ ഈ ഓമിന് പകരം ചില കേസിൽ നമ്മൾ കിലോ ഓം എന്ന് കാണാം, മെഗാ ഓം എന്ന് കാണാം, മില്ലി ഓം എന്ന് കാണാം, മൈക്രോ ഓം എന്ന് കാണാം. ഇതിൻ്റെയൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവില്ല, ഞാൻ ജസ്റ്റ് എഴുതുന്നേ ഉള്ളൂ, ജസ്റ്റ് ഫോർ റിവിഷൻ സേക്ക്. കിലോ ഓം എന്നാണെങ്കിൽ ഇറ്റ് മീൻസ് 10⁻³ ഓം, മെഗാ ഓം ആണെങ്കിൽ ഇറ്റ് മീൻസ് 10⁻⁶ ഓം, മില്ലി ഓം ആണെങ്കിൽ ഇറ്റ് മീൻസ് 10⁻³ ഓം, ആൻഡ് മൈക്രോ ഓം ആണെങ്കിൽ 10⁻⁻⁶. ഓക്കെ, ഇങ്ങനെയാണ് അതിൻ്റെ എക്സ്പാൻഷൻ വരുന്നത്. ഓക്കെ, so this is basically about resistance. അപ്പോൾ റെസിസ്റ്റൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അതായത് കറണ്ട് ഫ്ലോന് എഗൻസ്റ്റ് വർക്ക് ചെയ്യുന്ന എന്തോ ഒരു കാര്യമാണ്, പ്രോപ്പർട്ടിയാണ് റെസിസ്റ്റൻസ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു മെറ്റീരിയലിന് ഒരു കോൺസ്റ്റന്റ് ആണ് അണ്ടർ സർട്ടൺ കണ്ടീഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു ലോ ആണ്. എല്ലാവരും പഠിക്കുന്ന ആദ്യത്തെ ലോ അല്ലേ, ഓംസ് ലോ. ഇത് പുട്ട് ഫോർവേഡ് ചെയ്തത് ജോർജ് സൈമൺ ഓം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ്. അപ്പോൾ he said that physical state, that is temperature etc being constant, the current flowing through a conductor is directly proportional to the potential difference applied across its ends. ഇങ്ങനെയാണ് അതിന്റെ എക്സാക്ട് ഡെഫിനിഷൻ വരുന്നത്. അതായത് ഒരു കണ്ടക്ടറിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ്, അതായത് അതിന്റെ ടെമ്പറേച്ചർ ഒക്കെ കോൺസ്റ്റന്റ് ആയി നിൽക്കുകയാണെങ്കിൽ ആ കണ്ടക്ടർ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് എന്തിനോട് പ്രൊപ്പോർഷണൽ ആണ്? ഈ കണ്ടക്ടറിന്റെ രണ്ട് എൻഡുകളും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനോട് പ്രൊപ്പോർഷണൽ ആണ്. ഇതാണ് ഓംസ് ലോ എന്ന് പറയുന്നത്. എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് അതിൻ്റെ എക്സാക്ട് ഡെഫിനിഷൻ എഴുതാം. സോ ഫിസിക്കൽ സ്റ്റേറ്റ്, ദാറ്റ് ഈസ് ടെമ്പറേച്ചർ. ദിസ് പാർട്ട് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടെമ്പറേച്ചർ ബീങ് കോൺസ്റ്റൻറ്റ്, ദ കറന്റ് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ is directly proportional to the potential difference across its ends. Okay, ഇതാണ് അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് വരുന്നത്. അപ്പോൾ ഇത് ബേസിക്കലി എന്താ പറയുന്നത്? I proportional to V. ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് എനിക്ക് ഈക്വാലിറ്റി ആക്കണമെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്യണം അല്ലേ? അപ്പോൾ ഐ എം ആഡിങ് ഇറ്റ് ആസ് R. സോ I is equal to V by R, അല്ലെങ്കിൽ ഇതിനെ മാറ്റി എഴുതുകയാണെങ്കിൽ എങ്ങനെയാണ്? V is equal to I into R, or I can also write it as R is equal to V by I, which is a constant, right? അപ്പോൾ ഇത് മൂന്നും എന്തുതന്നെയാണ്? ഓംസ് ലോയുടെ ഡിഫറെൻറ്റ് ഫോർമുലയാണ്. Okay, so this is the third formula that you have to study. I is equal to V by R, V is equal to IR, R is equal to V by I, which is a constant. Okay, ഇനി നമുക്ക് പറയേണ്ടത് ഓംസ് ലോ എപ്പോഴൊക്കെ അപ്ലിക്കബിൾ ആണ്, എപ്പോഴൊക്കെ അത് അപ്ലിക്കബിൾ അല്ല, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമ്മളങ്ങനെ കോമൺ ആയിട്ട് ഏറ്റവും കോമൺ ആയിട്ട് എല്ലാവരും പറയും എന്താണ്? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഓംസ് ലോ അപ്ലിക്കബിൾ അല്ല. അത് എല്ലാവർക്കും ക്ലിയർ അല്ലേ?
Okay, so only when temperature is ചോദിച്ചിട്ടുള്ള question ആണ്. Okay, എന്ത് quantity ആണ് constant ആവേണ്ടത് for Ohm's law to be applied. Okay, so temperature ആണ് അല്ലെങ്കിൽ physical state ആണ് അവിടെ constant ആയി നിൽക്കേണ്ടത് എന്നാൽ മാത്രമാണ് Ohm's law അവിടെ applicable ആവുള്ളൂ. Okay, so previous year question ആണ്, so please note. Then next part. ഇനി ഇത് കൂടാതെ നമ്മൾ പലരും പറയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു സർക്യൂട്ടിലെ Ohm's law അപ്ലൈ ചെയ്യണമെങ്കിൽ suppose we have ഒരു ട്രാൻസിസ്റ്റർ ഒക്കെ ഉള്ള സർക്യൂട്ട് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്ന് വെച്ചാൽ അതിൽ Ohm's law applicable ആവുമോ? ഇലക്ട്രോണിക് ട്യൂബ് ഉള്ള ഒരു സർക്യൂട്ട് ആണെന്ന് വിചാരിക്കാം. Ohm's law applicable ആവുമോ? ഇല്ല അല്ലേ? Because it's not bilateral. So Ohm's law is applicable to bilateral elements. Bilateral elements എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? Bilateral elements എന്ന് പറയുകയാണെങ്കിൽ it means രണ്ട് ഡയറക്ഷനിലും ഒരേപോലെ കറണ്ട് ഫ്ലോയിന്റെ രണ്ട് ഡയറക്ഷനിലും ഒരേപോലെ ബിഹേവ് ചെയ്യാം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം വരുന്നത്. ഓക്കെ, ട്രാൻസിസ്റ്റർ ഒക്കെ അങ്ങനെയാണ്, രണ്ട് ഡയറക്ഷനിലും ഒരേപോലെയാണോ കറണ്ടിനോട് ബിഹേവ് ചെയ്യുക? അല്ല അല്ലേ? സോ ദാറ്റ്സ് വൈ ഇറ്റ്സ് നോട്ട് ആപ്ലിക്കബിൾ ഫോർ materials circuits with transistors, okay, or electronic tubes. Okay, ഇങ്ങനെയുള്ള കേസിലൊന്നും നമുക്ക് ബൈലാറ്ററൽ അല്ലാത്ത എലിമെന്റ്സിലൊന്നും നമുക്ക് Ohm's law applicable ആയിട്ട് പറയാൻ പറ്റില്ല. Also it is not applicable for non-linear elements. Non-linear elements എന്നുള്ള പേരിൽ തന്നെ ഉണ്ട് അല്ലേ? ലീനിയാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? വിയും ഐയും ഒരേപോലെ ലീനിയർ ആയിട്ടുള്ള ഒരു റിലേഷൻ ആണ്, അതല്ലേ ലീനിയാരിറ്റി എന്ന് പറയുന്നത്. നോൺ ലീനിയർ എന്ന പേരിൽ തന്നെ ഉണ്ട്. സോ നോൺ ലീനിയർ എലമെന്റ്സ് ഒബ്വിയസ്ലി നമുക്ക് Ohm's law അപ്ലൈ ചെയ്യാൻ പറ്റില്ല. എന്തൊക്കെയാണ് നോൺ ലീനിയർ എലമെന്റ്സ് ആയിട്ട് വരിക? പൗഡേർഡ് കാർബൺ, തൈറൈറ്റ്, ഇലക്ട്രിക് ആർക്ക്. ഓക്കെ, ഞാൻ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിലിക്കൺ കാർബൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വിയും ഐയും തമ്മിലുള്ള റിലേഷൻ വി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ഐ റേസ് ടു എം. അപ്പോൾ ഇതൊരു എക്സ്പോണൻഷ്യൽ റിലേഷൻ അല്ലേ, ഇത് ലീനിയർ അല്ലല്ലോ. സോ ഒബ്വിയസ്ലി Ohm's law is not applicable. ഓക്കെ, സോ അങ്ങനെയുള്ള കേസിലാണ് നമുക്ക് Ohm's law applicable അല്ലാണ്ട് വരിക. സോ ഇതാണ് ഇപ്പോൾ പലരും മീൻസ് കോമൺ ആയിട്ട് നമ്മൾ പറയാത്ത കുറച്ച് കണ്ടീഷൻസ് ആണ്, Ohm's lawന്റെ അപ്ലിക്കബിലിറ്റിനെ കുറിച്ച് പറയാത്ത കണ്ടീഷൻസ് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ പറയാം Ohm's law applicable only when temperature or physical state is constant. Second condition is applicable to bilateral elements only and linear elements. Okay, non-linear elements അല്ലെങ്കിൽ unilateral elements ഒന്നും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. that is transistors, electronic tube, non-linear elements like the powdered carbon, thyroid, electric arc, അങ്ങനെയുള്ള കേസിലൊന്നും ഇത് അപ്ലിക്കബിൾ അല്ല. ഓക്കെ, ഇനി ഇതുപോലത്തെ ഒരു എന്താ പറയുക, ഇതിനെ ബേസ് ചെയ്ത് നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ബേസിക് ഇലക്ട്രിക്കൽ ലാബിൽ ഒരു എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ട് ഇതിനെ ബേസ് ചെയ്തിട്ട്. Can someone guess what the experiment was? ഓർമ്മയുണ്ടോന്ന് അറിയില്ല. ഇൻകാൻഡസെന്റ് ലൈറ്റ് ബൾബ്സിൽ Ohm's law ഒബേ ചെയ്യോ ഇല്ലേ എന്നുള്ളൊരു കാര്യം. ഓക്കെ, സോ അത് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, അത് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ആ എക്സ്പെരിമെന്റ് റിസൾട്ട് നമ്മൾ അന്ന് കണ്ടുപിടിച്ചത്. ഓക്കെ, അന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല, നമ്മൾ ജസ്റ്റ് കൺക്ലൂഷൻ എത്തിയത് Ohm's law എന്താ പറയുക ഒബേ ചെയ്യുന്നില്ല എന്നുള്ളൊരു കൺക്ലൂഷനിൽ മാത്രമേ എത്തിയിട്ടുണ്ടാവുള്ളൂ. ബട്ട് ഇറ്റ്സ് ബേസിക്കലി നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു കൺക്ലൂഷൻ ആയിട്ട് തന്നെയാണ് അത് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു ലീനിയർ ഗ്രാഫ് അല്ല, ഇൻകാൻഡസെന്റ് ബൾബിന് ലീനിയർ ഗ്രാഫ് അല്ല. ഓക്കെ, അതും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇൻകാൻഡസെന്റ് ലാമ്പിൽ വി ഐ തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്, ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യനും മുന്നേ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ ഐ ഹോപ്പ് ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ പറഞ്ഞത് ഡിഫറെൻറ്റ് ഇലക്ട്രിക്കൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്തൊക്കെയാണ്, അതിൻ്റെ യൂണിറ്റ്സ് എങ്ങനെയാണ്, അതിൻ്റെ ഡെഫിനിഷൻസ് എങ്ങനെയാണ്, പിന്നെ Ohm's law. ഓക്കെ, അതിൻ്റെ അപ്ലിക്കബിലിറ്റി എപ്പോഴൊക്കെയാണ്, എന്തൊക്കെയാണ് ഒബേ ചെയ്യാനുള്ള കണ്ടീഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. സോ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഐ ഹോപ്പ് ദിസ് ക്ലാസ് വാസ് യൂസ്ഫുൾ ടു യു. Thank you so much.